നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട്. നമ്മളെ എല്ലാ പ്രൈവസിയും ഒരു ഗൂഗിൾ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുക. നമ്മളിപ്പം പ്രധാനപ്പെട്ട സംഗതികളൊക്കെ കോണ്ടാക്ട് അടക്കമുള്ള സംഗതികളൊക്കെ ഗൂഗിൾ അക്കൗണ്ടിലാണ് ബാക്കപ്പ് എടുക്കുക. അതുപോലെ നമുക്ക് ബ്രൗസ് ചെയ്യണമെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം. ഇങ്ങനെ ഉപയോഗിക്കുന്ന നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഏത് ഭാഗത്ത് പോയാലും നമ്മൾ എവിടെ ബ്രൗസ് ചെയ്താലും സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. അതെന്താ സെറ്റിംഗ്സ്? അധികം എങ്ങനെ അതിനെപ്പറ്റി വളവളാന്ന് പറയാണ്ട് നേരെ എന്താന്ന് നോക്കാം. നിങ്ങളെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗൂഗിൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഫോണിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓൺ ചെയ്യുക. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണിക്കും. അതിന്റെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ബോക്സിൽ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറേ ടാബുകൾ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ഹോം എന്നുള്ളതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ്. അതിന്റെ താഴെ സി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മേലെ പുതിയ ഒരു ഓപ്ഷൻ വന്നത് സേഫ് ബ്രൗസിംഗ്. ഈ സേഫ് ബ്രൗസിംഗ് എന്നുള്ള അതിന്റെ ഒരു ഏറോ മാർക്ക് ഉണ്ടാവും. അവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുക. സേഫ് ബ്രൗസിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മേലെ കാണാം ടേൺ ഓൺ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് ഫോർ യുവർ അക്കൗണ്ട് എന്നൊരു ഹെഡിങ് ഒക്കെ കാണാം. കുറച്ച് സംഭവം കണ്ട് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ ടേൺ ഓൺ കൊടുക്കുക. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാട്ടോ. ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ബ്രൗസ് ചെയ്താലും ആ ബ്രൗസ് ചെയ്യുന്ന ഏത് ഭാഗത്തായാലും നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. അത് ഗൂഗിൾ പറയുന്ന ഉറപ്പാട്ടോ, ഞാൻ പറയുന്നല്ലേ. ഇതുപോലെ തന്നെ ഗൂഗിൾ ക്രോം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിലുണ്ട് ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ പുതിയ വന്നത്. അതും നമുക്കൊന്ന് എനേബിൾ ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടേ? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മേലെ 3 ഡോട്ട് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൽ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ആ ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ സെലക്ട് ചെയ്യുക. അതിന് നേരെയുള്ള ഏറോ മാർക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ 2 ഓപ്ഷൻസ് കാണാം. ഹെൽപ്പ് ഇംപ്രൂവ് സെക്യൂരിറ്റി ഓൺ ദി വെബ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ അതും എനേബിൾ ചെയ്യുക. ഇത് രണ്ടും എനേബിൾ ചെയ്യുന്ന കാരണം നമ്മൾ പോകുന്ന വെബ്സൈറ്റിലൊക്കെ നമ്മളെ അക്കൗണ്ട്, നമ്മളെ ഇൻഫർമേഷനൊക്കെ സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പം ഈ വീഡിയോയിൽ കാണിച്ച 2 സംഭവങ്ങളും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് സേഫ് ആയിരിക്കാനും സെക്യൂർ ആയിരിക്കാനും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതുകൊണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇനിയും വീഡിയോകൾ ഇങ്ങനെ വന്നുകൊടുക്കും. അതൊക്കെ നിങ്ങൾക്ക് വേഗം കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.